ചുംബനം വ്യക്തിഗതവും സ്വകാര്യവുമായ ബന്ധത്തിൻ്റെ ആഴത്തെ കാണിക്കുന്നതാണ്. അല്ലാതെ മയക്കുമരുന്നുകളുടെ ലഹരിയിലോ ബലപ്രയോഗത്തിലൂടെയോ ചുംബന സമരങ്ങളിലൂടെയോ കാട്ടിക്കൂട്ടുന്ന ആഭാസത്തരമല്ല. സൃഷ്ടാവായ ദൈവവുമായി ബന്ധം സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ വൈവാഹിക ജീവിതത്തിലെ ചുംബനം ആസ്വദിക്കുവാൻ കഴിയൂ. ദിവസന്ദേശത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി തീരുന്നതുവരെ യഥാർത്ഥ സ്നേഹമെന്തെന്ന് മനുഷ്യന് വെളിവായിരുന്നില്ല എന്നതാണ് വാസ്തവം. മനുഷ്യസ്നേഹവും ദൈവസ്നേഹവും തമ്മിലുള്ള വ്യത്യാസം തിരശീല നീക്കി പുറത്തു വരുന്നതാണ് ഉത്തമഗീതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന വാക്യത്തിൽ തന്നെ ദൈവസ്നേഹത്തിൻ്റെ ഔന്നത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു കവിതാ സമാഹാരത്തിൻ്റെ ഔപചാരികതകൾ ഈ പുസ്തകത്തിലുണ്ടെന്ന് വരികിലും ഇതിലെ വളരെ ലളിതമായ ആത്മീയ പാഠങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. ഉത്തമഗീതം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമാകുന്നു. ക്രിസ്തുവുമായി ഒരു ദൈവ പൈതലിൻ്റെ ആഴമായ സ്നേഹബന്ധം വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്ന പുസ്തകമാണല്ലോ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമഗീത പുസ്തകം. ഈ പുസ്തകത്തിൽ 5 ചെറിയ ഗീതങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഞാൻ മുഖവരിയിൽ പറഞ്ഞു. അവ ഒരു ഗ്രാമീണ പെൺകുട്ടിയായ ശൂലേംകാരിയുടെ കഥയും അനുഭവവും വർണ്ണിക്കുന്നു. ഒരിക്കൽ ഒരു ആട്ടിടയൻ വന്നു. അവൾ അവനെ സ്നേഹിച്ചു. അവൻ അവളെയും സ്നേഹിച്ചു. പിന്നീട് അവൻ അവളെ വിട്ടുപോയി. എന്നാൽ മടങ്ങി വരും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടാണ് പോയത്. അവൾ പ്രതീക്ഷിച്ച അത്രയും വേഗത്തിൽ അവൻ മടങ്ങി വന്നില്ല. ഒരിക്കൽ രാജ്യത്തെ രാജാവായിരുന്ന ശലോമോൻ രാജാവ് വന്നിരിക്കുന്നു എന്നും അവന് ഈ പറഞ്ഞ ശൂലേംകാരിയെ കാണണമെന്നും അറിയിപ്പ് വന്നു. എന്നാൽ അത് അവൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവളെ രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്നപ്പോൾ അത് അവളുടെ ഇടയസ്നേഹിതനാകുന്നു എന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞു. ഈ കഥയിലെ രംഗങ്ങൾ സംഭവത്തിനനുസരിച്ച് ക്രമമായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. രംഗങ്ങൾ മാറി മാറി വരും. എന്നാൽ ഈ പുസ്തകം ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും എത്രമാത്രം പ്രായോഗികമായിരിക്കുന്നു എന്നതാണ് നമ്മുടെ പഠനത്തിൽ നാം കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിഷയം. ഒരു വിശ്വാസിയും കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള മനോഹരമായ സ്നേഹബന്ധത്തിൻ്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഉത്തമഗീത പുസ്തകത്തിലേക്ക് പ്രവേശിച്ച് ഇതിലെ വാക്യങ്ങൾ ഓരോന്നായി വായിച്ചു പഠിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ശലോമോൻ്റെ ഉത്തമഗീതം. ഈ ഗീതങ്ങളിൽ കൂടി ദൈവം നമ്മോട് വളരെ മനോഹരമായ കഥ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന രീതികളിൽ ഒന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിധം. സന്യാസ ജീവിതത്തെ ഇത് ശാസിക്കുന്നു. അതെ, വിവാഹത്തെ വെറുക്കുന്ന ആ ജീവിതത്തെ ഇത് ശാസിക്കും. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ കാണുന്ന അവിശ്വസ്തതയെയും ജഡികത്വത്തെയും ഇത് തർജ്ജനം ചെയ്യുന്നു. അത് തെറ്റാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം. വൈവാഹിക ജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള മനോഹരമായ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന അതിമനോഹരമായ ഗീതമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമതായി വധുവും വരനും തമ്മിലുള്ള മനോഹരമായ ബന്ധത്തെ നാം കാണുന്നു. ആദ്യം അവൻ്റെ ചുംബനം. 2-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിൻ്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. ആ കാലത്ത് ചുംബനം
സമാധാനത്തിൻ്റെ പ്രതിജ്ഞയും പ്രതീകവുമായിരുന്നു. ശലോമോൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാകും. അവനൊരു സമാധാന പ്രഭുവായിരുന്നു. സമാധാനത്തിൻ്റെ നഗരമായ യെരുശലേമിൽ അവൻ രാജാവായി ഭരണം നടത്തി. ശൂലേംകാരി പെൺകുട്ടി സമാധാനത്തിൻ്റെ പുത്രിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് തനിക്കുള്ളവരോട് എത്രമാത്രം അടുത്ത വ്യക്തിപരമായ ബന്ധമുണ്ടോ അപ്രകാരം ഉള്ള അടുത്ത ബന്ധത്തെയാണ് ചുംബനം സൂചിപ്പിക്കുന്നത്. അവന് തൻ്റെ ദൂത് വ്യക്തിപരമായി തൻ്റെ വചനത്തിൽ കൂടി എന്നോടും നിങ്ങളോടും അറിയിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവവചനം പഠിക്കുവാൻ നാം മടങ്ങി വരേണ്ടിയിരിക്കുന്നത്. പഠിക്കുവാനുള്ള മാർഗങ്ങളോ ചില പ്രത്യേക വാക്യങ്ങൾ മനഃപ്പാടമാക്കുകയോ അല്ല, നാം ദൈവവചനത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. തിരുവചന പഠനത്തിൽ കൂടി ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ കഴിയുന്ന വിധം അവനുമായി വ്യക്തിപരമായ അടുത്ത ബന്ധമാണ് നമുക്കുണ്ടാകേണ്ടത്. അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ എന്ന് ഇവിടെ കാന്ത പറയുന്നു. അവൻ സമാധാനം നമ്മോട് അറിയിച്ചിരിക്കുന്നു. മനുഷ്യഹൃദയത്തോട് സമാധാനത്തിൻ്റെ ദൂത് പറയുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. അതെ, യേശു ക്രിസ്തുവിന് മാത്രം. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ നിഴലുകൾ നാം കാണുന്നുണ്ട്. ഒരു ദൈവദാസൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മോശയും പ്രവാചകന്മാരും വന്നു, അഹ്റോനും പുരോഹിതന്മാരും വന്നു, അവസാനമായി ദാവീദും രാജാക്കന്മാരും വന്നു. എന്നാൽ ഇപ്പോൾ അവൻ തൻ്റെ സകല ജനത്തിൻ്റെയും പ്രവാചകനും പുരോഹിതനും രാജാവുമായി വരട്ടെ. വേറൊരാൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: മോശയെ എനിക്ക് കേൾക്കുവാൻ കഴിയുകയില്ല, കാരണം അവൻ വിക്കുള്ളവനാണ്. യെശയ്യാവിൻ്റെ അധരങ്ങൾ അശുദ്ധമാണ്. യിരെമ്യാവ് ഒരു ബാലനാകൊണ്ട് അവന് സംസാരിപ്പാൻ കഴിയുകയില്ല. പ്രവാചകന്മാർ എല്ലാവരും സംസാരിപ്പാൻ കഴിയാത്ത ചെകിടന്മാരാണ്. അവർ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ തന്നെ സംസാരിക്കട്ടെ എന്ന്. മനോഹരമായിരിക്കുന്നില്ലേ? അവൻ സമാധാനത്തിൻ്റെ ദൂത് പറയുന്നു. അതായത് അവൻ്റെ ക്രൂശിലെ രക്തത്താൽ പാപക്ഷമ പ്രാപിച്ച് ദൈവത്തോട് സമാധാനമായിരിക്കുന്നതിൻ്റെ ദൂത്. കേൾക്കുവാൻ ചെവിയുള്ളവന് അടുത്ത കാൽ വയ്ക്കുവാൻ കഴിയും. ക്രിസ്തുവിൽ കൂടി വീണ്ടെടുപ്പ് പ്രാപിച്ച നാം ദൈവത്തോട് നിരന്നിരിക്കുന്നു എങ്കിൽ അവിടുന്ന് താങ്കളുമായി സമാധാന ചുംബനത്തിലാകുന്നു എന്ന് പറയാം. അതാണ് ചുംബനം, സമാധാന ചുംബനം. ക്രിസ്തുവും ഒരു ക്രിസ്തു വിശ്വാസിയും തമ്മിലുള്ള വിവാഹ പ്രതിജ്ഞയുടെ മുദ്രയാണ് ഈ പറഞ്ഞ ചുംബനം. അത് വിവാഹ നിയമത്തിൻ്റെ മുദ്രയായിരുന്നു. വീണ്ടെടുപ്പിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വിടുതൽ നൽകുന്നു എന്ന് മാത്രമല്ല, അവൻ നമുക്ക് സ്വാതന്ത്ര്യവും തരുന്നു, നമ്മെ മോചിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് കർത്താവ് പറഞ്ഞതാണിത്. ഏത് വിധത്തിലുള്ള സ്വാതന്ത്ര്യമാണത്? അവൻ്റെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ ശരീരത്തെ ജീവനുള്ള യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന സ്വാതന്ത്ര്യമാണത്. സമർപ്പണത്തിൻ്റെ സ്വാതന്ത്ര്യമാണത്, പ്രതിഷ്ഠയുടെ സ്വാതന്ത്ര്യം. അത് നമ്മെ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനോട് ആളത്വപരമായ ബന്ധത്തിലേക്ക് വഴി നടത്തുന്ന സ്വാതന്ത്ര്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കൾ അപ്രകാരമുള്ള ഒരു ദൈവപൈതലായി തീർന്നിട്ടുണ്ടോ? അതോ പേരിന് മാത്രമോ? അവിടുന്ന് കരുണാസമ്പന്നനാകുന്നു, അവിടുന്ന് കൃപയുള്ള ദൈവമാകുന്നു. അവൻ്റെ മഹത്വത്തിൻ്റെ ധനം നാമുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് അവൻ്റെ വചനം നമ്മോട് പറയുന്നു. താങ്കളുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് അവൻ്റെ കരുണയും കൃപയും ഒരുപാട് ആവശ്യമായിരിക്കുന്നു. കർത്താവ് പറഞ്ഞ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. അത് യഥാർത്ഥമായ ആശ്വാസമാണ്. ശബത്ത് ദിവസം ഒരു ദിവസം മാത്രമുള്ള വിശ്രമമല്ലത്. ആഴ്ചയുടെ 7 ദിവസത്തിലുമുള്ള വിശ്രമവും ആശ്വാസവുമാണത്. അതെ, ഹൃദയം ശാന്തമായിരിക്കുന്ന, സ്വസ്ഥമായിരിക്കുന്ന, അവനിൽ ആശ്രയം അർപ്പിച്ച് ആനന്ദിക്കുന്നതായ അവസ്ഥ. അവൻ്റെ ചെയ്തു തീർത്ത വീണ്ടെടുപ്പിലുള്ള ആശ്വാസമാണത്. അവൻ നിവർത്തിച്ച വീണ്ടെടുപ്പ്,
തുടർന്ന് അവൻ ഇപ്രകാരം പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീനെന്ന്. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ഉം 30-ഉം വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. കർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് മനോഹരമായ മഹത്വകരമായ അനുഭവം അത്രേ. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭാരം ചുമക്കുന്നവൻ. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, യേശു കയ്പ് പാനപാത്രം കുടിച്ചു, അവൻ ഭാരമുള്ള കുരിശ് ചുമന്നു. യാതൊരു ക്രൂശും നമുക്ക് കൂടുതൽ ഭാരമായി തോന്നുകയില്ല. കാരണം അവൻ്റെ തോൾ, അവൻ്റെ ചുമൽ അതിൻ്റെ കീഴിലുണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ ഭാരം കൂടിയ ഭാഗം അവനായിരിക്കും വഹിക്കുന്നത്. അവൻ പങ്കുവെക്കുന്ന യാതൊരു ഭാരവും നമ്മെ തളർത്തുകയില്ല. പ്രിയ സുഹൃത്തെ, ഇത് എത്ര വാസ്തവമായ കാര്യമാണ്. ജീവിതത്തിൻ്റെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും താങ്കൾ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ അവൻ താങ്കളുടെ ഭാരം വഹിപ്പാൻ മതിയായ ഭാരവാഹിയാകുന്നു. ഇത് അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ? അവിടുന്ന് താങ്കൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിങ്ങളെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അവൻ്റെ ചുംബനം അത് എത്ര മനോഹരമാണ്. ഇനിയും അടുത്തതായി അവൻ്റെ സ്നേഹം നാം കാണുന്നു. അവൻ്റെ ചുംബനം നാം കണ്ടു, ഇനി സ്നേഹം. ഇവിടെ നാം വായിക്കുന്നത്, നിൻ്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. ആ കാലത്ത് വീഞ്ഞ് ഭൂമിയിലെ ഉന്നതമായ ജീവിത സൗകര്യത്തെ, അതായത് ആഡംബരത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഹൃദയത്തിൽ ഏറ്റവും ആനന്ദം പകരുന്ന വസ്തുവായി അതിനെക്കുറിച്ച് പറയുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്ന്. ക്രിസ്തുവിനുള്ളവരായി അവനുമായി ബന്ധം പുലർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സന്തോഷവും ആനന്ദവും അനുഭവിക്കുക എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന അനുഭവത്തിൽ നാം എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു. ഹബക്കൂക്കിൻ്റെ 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ സകലവും അവൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായാൽ പോലും ദൈവത്തിൽ ആനന്ദിക്കും, ഘോഷിച്ചുല്ലസിക്കും. ഈ അവസ്ഥയിൽ നാം എത്തിച്ചേരേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? നാം വായിച്ചത്, നിൻ്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു എന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ അതിശയിപ്പാനൊന്നുമില്ല. അതെ, സ്നേഹം ആസ്വദിക്കുന്ന വ്യക്തിക്ക് ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി ആസ്വദിക്കുവാൻ കഴിയുന്ന, ആനന്ദിക്കുവാൻ കഴിയുന്ന ഒന്നാകുന്നു ഈ പറഞ്ഞതായ സ്നേഹം. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുവാൻ ഇടയുണ്ട്. വീഞ്ഞ് താൽക്കാലികമായ സന്തോഷം നൽകിയെന്ന് വരാം, എന്നാൽ അത് താങ്കളെ തളർത്തുക തന്നെ ചെയ്യും. പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ കൂടി കടന്നു വന്ന് ദൈവസ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ നിങ്ങൾ അനുവദിക്കുമോ? അത് നിങ്ങൾക്ക് യഥാർത്ഥമായ സന്തോഷവും ആനന്ദവും ആശ്വാസവും പകർന്നു തരും. 3-ാം വാക്യം നോക്കാം. നിൻ്റെ തൈലം സൗരഭ്യമായത്, നിൻ്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. തൈലം എന്ന് പറഞ്ഞിരിക്കുന്നത് സുഗന്ധദ്രവ്യത്തെക്കുറിച്ചാണ്.
ക്രിസ്തു തൻ്റെ ജീവിതം ഭൂമിയിൽ ആരംഭിച്ചപ്പോൾ അവന് കാഴ്ചയായി മൂര് കൊണ്ടുവന്നു എന്ന് നാം വായിക്കും. അവൻ മരിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിന്മേൽ മൂര് ഇട്ടു എന്ന് നാം വായിക്കും. അവൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ആകമാനം ജനനം മുതൽ മരണം വരെ ഒരു സൗരഭ്യമുണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ വാസന എത്രമാത്രമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. അടുത്തതായി അവൻ്റെ ആകർഷണ ശക്തിയാകുന്നു നാം കാണുന്നത്. നാലാം വാക്യം നിൻ്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. രാജാവ് എന്നെ പള്ളി അറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും. നിൻ്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും. നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. ഇത് വളരെ മനോഹരമായൊരു വാക്യമാണ്. കർത്താവിനോട് സ്നേഹത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണിത്. അവനുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ വാക്കുകൾ. എന്നാൽ നമുക്ക് ആ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്ന ബോധമുണ്ടാകുന്നു. അത് അത്രമാത്രം ഉന്നതമാകിയാൽ നമുക്ക് അവിടെ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് എന്നെ വലിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നതായ അവസ്ഥ. യേശുവിൻ്റെ നാമം താങ്കൾക്ക് എന്തർത്ഥമായിരിക്കുന്നു? താങ്കൾ ആ മനോഹരമായ ബന്ധം അനുഭവിക്കുന്നില്ലെങ്കിൽ ഇവിടെ കാന്ത പറയുന്നത് പോലെ പറയുക, എന്നെ നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുക എന്ന്. താങ്കൾക്ക് സ്വയമായി എത്തിച്ചേരുവാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് അവിടുന്ന് താങ്കളെ ഉയർത്തിക്കൊണ്ടുവരട്ടെ, വലിച്ചു കൊണ്ടുവരട്ടെ. താങ്കൾക്ക് തന്നെ ആ നിലവാരത്തിലേക്ക് ഉയരുവാൻ കഴിയുകയില്ല എന്ന വാസ്തവം താങ്കൾ മനസ്സിലാക്കുക. അതെ, പലപ്പോഴും ഏത് ആത്മീയ നിലവാരത്തിലും എത്തിച്ചേരുവാൻ എനിക്ക് കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പലർക്കും ആത്മീയമായി താണ പടികളിൽ കഴിയേണ്ടതായി വരുന്നത്. നമ്മുടെ ഒന്നുമില്ലായ്മയെ, കഴിവില്ലായ്മയെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മെ അവിടുത്തെ ആ ഉയരങ്ങളിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നു. അവൻ വലിച്ചു കൊണ്ടുപോകുന്നു. അതെ, പൗലോസിനോട് പറഞ്ഞതുപോലെ അവൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതാണ് അവൻ പറയുന്നത്. അവൻ്റെ ശക്തി നമുക്ക് ലഭ്യമാണെന്ന് ദൈവം നമ്മോട് പറയുന്നു. കർത്താവേ, എന്നെ നിങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന താങ്കളുടെ ആ കരച്ചിലിന് അവൻ ഉത്തരമരുളും. ആ ആഗ്രഹം നമുക്കുണ്ടാകണം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എനിക്കെല്ലാമുണ്ട്, ഞാൻ തികഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുവൻ ആത്മീയമായി വളരുവാൻ സാധിക്കില്ല. ആത്മീയമായി വളരെ താണ നിലവാരത്തിൽ കഴിയുന്ന ഒരുവൻ മാത്രമേ അങ്ങനെ ചിന്തിക്കൂ. എനിക്കെല്ലാമുണ്ട്, എനിക്ക് ആത്മീയമായി വളർച്ചയുണ്ട് എന്ന്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നതിന് ഒരു പ്രത്യേക ആനന്ദവും സന്തോഷവുമുണ്ട്. ക്രിസ്തുവിനെ നമുക്ക് യാഥാർത്ഥ്യമാക്കി തരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാനാണ് നിങ്ങളെ തിരഞ്ഞ് പുറകെ വന്നത്. നാം ദൈവത്തെ അന്വേഷിച്ച് നടന്നില്ല, ദൈവം നമ്മെ അന്വേഷിച്ച് നടന്നു. ഇന്നും അവൻ നമ്മെ അന്വേഷിച്ച് നടക്കുകയാണ്. കർത്താവെ, എന്നെ നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുക എന്ന് പറയുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ജീവൻ്റെ ജലം നമുക്ക് നൽകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യമാണ്. ജീവൻ്റെ ജലം നാം പാനം ചെയ്യുമെങ്കിൽ നമ്മിൽ നിന്ന് ജീവൻ ജലനദികൾ ഒഴുകുവാനിടയാകും. ഇവിടെ നാം വായിച്ചു, നാം ഓടിപ്പോക. നാം മടിയന്മാരോ അവഗണനാ മനോഭാവമുള്ളവരോ ആയതുകൊണ്ടല്ല നമ്മെ വലിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ നാം നിസ്സഹായരാണ്, യാതൊരു കഴിവുമില്ല, നമ്മിൽ തന്നെ യാതൊരു പ്രാപ്തിയുമില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. അതിൻ്റെ അർത്ഥം കർത്താവിന് പ്രസാദകരമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആവശ്യം കർത്താവിനെയാണ്. അവിടുന്ന് നമ്മുടെ ഉപദേശകനായി, നമ്മുടെ നടത്തിപ്പുകാരനായി നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. നമുക്ക് താല്പര്യവും ആഗ്രഹവുമുണ്ട്. ആത്മാവ് ഒരുക്കമുള്ളതാണ് എന്ന് ബൈബിളിൽ പറയുന്നല്ലോ. ജഡമോ ബലഹീനമത്രേ. നമുക്ക് അവൻ്റെ കൂടെ ഓടിപ്പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനുള്ള കാലുകൾ അവൻ നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു. അതിനുള്ള ശക്തി, ആത്മീകമായ ശക്തി അവൻ നമുക്ക് നൽകേണ്ടതുണ്ട്.
അവൻ നമ്മെ വലിക്കണം. അതെ, എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അവൻ്റെ പള്ളിയറയാണ് തുടർന്ന് നാം കാണുന്നത്. അവൻ്റെ പള്ളിയറ. രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും. നിൻ്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും. നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. നിൻ്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക എന്ന് നാം നിലവിളിക്കുമ്പോൾ അവൻ ഇപ്രകാരം പ്രതികരിക്കുന്നു, രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പള്ളിയറ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ രഹസ്യ സ്ഥാനമാണ്. സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലം പോലെയാണത്. ബഹളത്തിൽ നിന്നും ആൾക്കൂട്ടത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി അകന്നുള്ള സ്ഥാനമാണത്. അത് അവൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ പാറയുടെ പിളർപ്പിലുള്ള സ്ഥലമാണ്. അവിടെ അവന് തൻ്റെ കരങ്ങൾ കൊണ്ട് നമ്മെ മറയ്ക്കുന്നതിനും നമ്മോട് സംസർഗം പുലർത്തുന്നതിനും കഴിയും. ക്രിസ്തുവിൻ്റെ ആഹ്വാനം പോലെയാണത്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നല്ലോ. അതെ, അവനോടുകൂടെ കൂട്ടായ്മ അനുഭവിക്കുവാൻ ലഭിക്കുന്ന പദവി എത്ര മനോഹരമാകുന്നു എന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എന്നാൽ നാം പിന്മാറി യെശയ്യാവിനെ പോലെ ഇപ്രകാരം നിലവിളിക്കുന്നു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. എന്നാൽ രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവനാണ് ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്നത്. അവനാണ് യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് തീക്കനലെടുത്ത് എൻ്റെ അധരത്തെ തൊട്ടത്. അവനാണ് പരമയാഗമായി തീർന്നത്. നാം വായിച്ചു, ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും. നമ്മുടെ ജീവിതങ്ങളിലും കൂട്ടായ്മകളിലും നമുക്ക് കൂടുതൽ സന്തോഷവും ആനന്ദവും ആവശ്യമായിരിക്കുന്നു. ഇല്ലേ? അങ്ങനെ തോന്നാറില്ലേ? യേശു പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അവർക്ക് ജീവനുണ്ടാകുവാൻ, ഈ ആയുസ് ആസ്വദിക്കുവാൻ ദൈവം തന്നതാണ്. മറക്കരുത്, ഈ ആയുസ് ആസ്വദിക്കുവാൻ തന്നതാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. ജീവിതം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ആസ്വദിക്കുവാൻ, ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതാണ്. നാം ഇവിടെ ദരിദ്രവാസികളായി ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മീയമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. അവൻ്റെ സ്നേഹം നമ്മിൽ യാഥാർത്ഥ്യമാക്കി തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ സ്നേഹം പകർന്നിരിക്കുകയാണ്. അവിടുന്ന് തൻ്റെ സ്നേഹം നമ്മിലേക്ക് പകരുവാൻ സന്മനസ്സുള്ളവനാണ്. തൻ്റെ സ്നേഹം നമ്മിൽ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഒരു മദ്യഷാപ്പിൽ കയറുന്നതിനേക്കാൾ എത്രയോ നല്ലതാണത്. നാം വായിച്ചു, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്ന് എഫെസ്യ ലേഖനം 5:18. അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തു വിശ്വാസികളായ നാം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും എല്ലാറ്റിനു വേണ്ടിയും എല്ലായ്പ്പോഴും നന്ദി അർപ്പിക്കുന്നവരാകണം. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കുമെന്ന് നാം വായിച്ചു. നിൻ്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും. നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. അതെ, നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ എന്നുള്ളതിന് നീതിയുള്ളവർ നിന്നെ സ്നേഹിക്കുമെന്നാണ് ചില പരിഭാഷകളിൽ നാം വായിക്കുന്നത്. അതും അർത്ഥവത്താണ്. ആരാണ് നീതിയുള്ളവർ? എന്നെ നിങ്കിലേക്ക് വലിക്കുക എന്ന് പറയുന്നവരാണ് അവനെ സ്നേഹിക്കുന്നവർ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഇല്ലാത്ത സ്നേഹം ഒരിക്കലും അഭിനയിക്കുവാൻ ശ്രമിക്കരുത്.
സ്നേഹം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഉണ്ടാകണം. താങ്കൾ ആത്മാർത്ഥമായി താങ്കളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. ക്രിസ്തുവിശ്വാസികളുടെ സ്നേഹത്തോടു കൂടിയ പ്രതികരണം ശ്രദ്ധിക്കുക. 63-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അതെ പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവത്തിനു വേണ്ടി ദാഹമുള്ളവനാണോ, ദാഹമുള്ളവളാണോ? അമിതമായ ദാഹം, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അങ്ങനെ നിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു എന്ന് 63-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇതാണ് മണവാട്ടിയുടെ കൂട്ടായ്മയുടെ രഹസ്യസ്ഥാനം. വീണ്ടും 63-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും, എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും, നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. അതെ പ്രിയ സുഹൃത്തെ, നമുക്ക് ദൈവത്തെ അധികമായി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിൻ്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു എന്ന് 63-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദാവീദ് പാടുന്നു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ യെരൂശലേമിലെ ജനത്തെ ചേർക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിന് 37-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ സ്നേഹത്തിൻ്റെയും നിസ്സഹായരായവരെ സംരക്ഷിക്കുന്നതിനുള്ള അവൻ്റെ വലിയ ആഗ്രഹത്തിൻ്റെയും ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിൻ്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും, അവരെ വാളിൻ്റെ ശക്തി കേൾപ്പിക്കും, കുറുനരികൾക്ക് അവർ ഇരയായിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും ഭോഷ്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകുമെന്ന് 63-ാം സങ്കീർത്തനത്തിൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഒരു ക്രിസ്തുവിശ്വാസിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ എത്ര നല്ല ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. അതെ, അവങ്കിലേക്ക് വലിച്ചടിപ്പിക്കുന്ന അതിമഹത്തായ അനുഭവം, എത്ര ഉന്നതമായിട്ടുള്ള അനുഭവമല്ലേ? ആ അനുഭവത്തിലായിത്തീരുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്ന് സങ്കീർത്തനക്കാരൻ്റെ ആഹ്വാനം തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ളതാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈ പഠനം നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.